ആലുവയിൽ കാഴ്ചപരിമിതിയുള്ളവർക്കായി വെരി റവറന്റ് മണ്ണാർപ്രായിൽ അഖില കേരള ചെസ് ചാമ്പ്യൻഷിപ്പ് നടത്തി. ഓൾ കേരള ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിന്റെയും YMCAയുടെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ചാമ്പ്യൻഷിപ്പിന് ആദ്യ കരു നീക്കിക്കൊണ്ട് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ നേടിയ ആയിഷ സൈനബ തുടക്കം കുറിച്ചു. സമ്മാനദാന ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ നിർവഹിച്ചു. ആലുവയിൽ കാഴ്ചപരിമിതർക്കായി ഓൾ കേരള ചെസ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിന്റെയും YMCAയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വെരി റവറന്റ് മണ്ണാർപ്രായിൽ അഖില കേരള ചെസ് ചാമ്പ്യൻഷിപ്പ് നടത്തി. തോട്ടുമുഖം YMCA ക്യാമ്പ് സെന്ററിൽ നടത്തിയ ചാമ്പ്യൻഷിപ്പിന് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ നേടിയ ആയിഷ സൈനബ് ആദ്യ കരു നീക്കിക്കൊണ്ട് തുടക്കം കുറിച്ചു. ഓപ്പൺ, വനിത, ജൂനിയർ എന്നീ 3 വിഭാഗങ്ങളിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ഓപ്പൺ വിഭാഗത്തിൽ 15ഉം ജൂനിയർ വിഭാഗത്തിൽ 5ഉം വനിതാ വിഭാഗത്തിൽ 3ഉം വിജയികളായവർ ഓഗസ്റ്റിൽ നടക്കുന്ന ദേശീയ സെലക്ഷൻ ടൂർണമെന്റിൽ പങ്കെടുക്കും. സമ്മാനദാന ചടങ്ങ് കേരള സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ആലുവ മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂഹാനോന്മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. കീഴ്മാട് പഞ്ചായത്ത് പ്രസിഡന്റ് സതി ലാലു, YMCA റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ, ഒളിമ്പ്യൻ ഡോക്ടർ NR അനിൽകുമാർ, ലിജോ മണ്ണാറപ്രായിൽ, ബിനോയ് VS, ജിജി VP, ഡേവിഡ് സാമുവൽ, കുര്യൻ പോൾ എന്നിവർ സംസാരിച്ചു. ആദ്യത്തിന്റെ പരിമിതികളെ മറികടക്കുവാൻ അന്ധന്മാരെ പ്രാപ്തമാക്കുന്ന പ്രസ്ഥാനത്തിന്റെ പടനായകനായി പ്രവർത്തിച്ച റവറന്റ് ജേക്കബ് മണ്ണാറപ്രായിൽ കോറപ്പിസ്കോപ്പായുടെ നാമത്തിലാണ് ഈ ചെസ് ചാമ്പ്യൻഷിപ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെസ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡും YMCA പ്രോജക്റ്റും സംയുക്തമായിട്ടാണ് ഈ ടൂർണമെൻറ്റ് ഇവിടെ 3 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള കാഴ്ച പരിമിതിയുള്ള വ്യക്തികളാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. കാഴ്ചപരിമിതിയുള്ളവരുടെ ചെസ് എന്ന് പറയുന്നത് മറ്റ് മത്സരങ്ങളിൽ നിന്ന്, മറ്റ് കായിക ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ്. കാരണം പല കളികളിലും കാഴ്ചപരിമിതിയുള്ളവർ ഏർപ്പെടുമെങ്കിലും ചെസ് എന്ന കളി യാതൊരുവിധ അനുരൂപീകരണവും നടത്താതെ തന്നെ കാഴ്ചയുള്ള ആളുകളുമായി കാഴ്ചയില്ലാത്തവർക്ക് കളിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു ഉൾച്ചേർന്ന സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇക്കാലത്ത് ഈ ചെസ് കളിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സർക്കാരിൻ്റെയും സ്പോർട്സ് കൗൺസിലിൻ്റെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഞങ്ങളോടുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.